ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അത് കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം അതിലേക്ക് ഒരു സബോള അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള അധികം വഴയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വഴന്നാൽ മതി. അതിന് ശേഷം ഉരുളൻകിഴങ്ങ് ഒരു 3 എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലൊക്കെ നന്നായി മസാല പിടിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന്. എന്നിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ്. വെള്ളം കൂടുതലാവണ്ട, വേവാനുള്ള വെള്ളം വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് 2 വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിസൽ ഒന്ന് കളഞ്ഞ ശേഷമാണ് കുക്കർ ഒന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂൺ കുറച്ചും കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ടീസ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കട്ടയില്ലാതെ ആക്കിയെടുത്തിട്ട് ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് താളിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കാം. നല്ല രുചിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കി കൂട്ടി കഴിക്കാൻ. ചപ്പാത്തിയിൽക്കും പത്തിരിയിൽക്കും എല്ലാത്തിൽക്കും പറ്റണ നല്ലൊരു കറിയാണ്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം കറി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.